ജലസേചന വകുപ്പിന് കീഴിലെ ഡാമുകളോട് ചേർന്നുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ വിമർശനവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീക്കം പ്രതിഷേധാർഹമാണെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ അടിമാലിയിൽ പറഞ്ഞു. കാർഷിക മേഖലയിലെ ആളുകളെ തകർച്ചയിലേക്ക് തള്ളിവിട്ട് ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ഇത്തരം നീക്കങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ പിന്നോക്കം പോകണമെന്നും സണ്ണി പൈമ്പള്ളിയിൽ ആവശ്യപ്പെട്ടു. ഡാമിന് സമീപത്ത് വാട്ടർ ലെവലിന് സമീപത്ത് നിന്നും 100 മീറ്റർ കൂടി ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജലവിഭവ വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് നിരുപാധികം പിൻവലിക്കണം. കാർഷിക മേഖലയിലെ ആളുകളെ മൊത്തം തകർച്ചയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആരെ സംരക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് ഗുരുതരമായ പ്രത്യാഘാതം, പ്രത്യേകിച്ചും വളരെയധികം ഡാമുകളുള്ള ഇടുക്കി ജില്ലയിൽ ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇനിയിപ്പോൾ തുടർന്ന് ഉടനെ തന്നെ ഇറങ്ങാൻ പോവുകയാണ് KSE ബോർഡിൻ്റെ അധീനതയിലുള്ള ഡാമുകളിൽ നിന്നും ഇതേപോലെ വാട്ടർ ലെവലിൻ്റെ സമീപത്തു നിന്നും വീണ്ടും 100 മീറ്റർ കൂടി അകലെയെ ഈ കൃഷിയോ നിർമ്മാണ പ്രവർത്തനങ്ങളോ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആളുകളെ ഇത് ബാധിക്കും. ഇപ്പോൾ തന്നെ പട്ടയ നടപടികൾ പകുതി പുരോഗമിച്ച ഘട്ടത്തിൽ ഈ ഒരു ഉത്തരവ് ഇറങ്ങിയതിൻ്റെ പേരിൽ ഇവിടെ പട്ടയം വരെ കാച്ച്മെൻറ്റ് ഏരിയകളിൽ 10 ചെയിന് കല്ലാർകുട്ടി പോലുള്ള പ്രദേശങ്ങളിലെല്ലാം പട്ടയം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അധികാരികൾ, പ്രത്യേകിച്ചും ഭരിക്കുന്ന കക്ഷി ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തരമായി കാർഷിക മേഖലയെ തകർക്കുന്ന ഈ ഉത്തരവ് നിരുപാധികം പിൻവലിക്കുകയും KSE ബോർഡിൻ്റെ ഡാമുകളിലേക്ക് ഇപ്പോൾ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ നടപടി നിരുപാധികം പിൻവലിച്ച് ഇത്തരം ഒരു ആലോചന പോലും ഒഴിവാക്കി കാർഷിക മേഖലയെ രക്ഷിക്കാൻ, കൃഷിക്കാരെ രക്ഷിക്കാൻ ഇടുക്കിയിലെ കാച്ച്മെൻറ്റ് ഏരിയയിൽ താമസിക്കുന്ന ഏതാണ്ട് 3500ഓളം കർഷകരെ ഇത് ബാധിക്കും. അവരെയെല്ലാം കണ്ണീര് കാണേണ്ടി വരും. അതുകൊണ്ട് ഈ ഉത്തരവ് നിരുപാധികം പിൻവലിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിനു വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.